ആഷൻ ഡിയാഗോ, ഗുഡ് ഈവനിങ്. നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ തിരുവനന്തപുരം ആ കണക്കിൽ മുന്നിൽ നിൽക്കുകയാണ്. അപകട നിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എന്താണ് ഈ വർഷങ്ങൾ പിന്നിടും തോറും നമ്മൾ കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകും തോറും അപകട നിരക്കിൽ വർധന തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആളുകൾക്ക് ഒരു കൃത്യമായ ട്രാഫിക് സംസ്കാരമില്ലാത്തതും ഈ അപകടങ്ങളിലേക്ക് നയിക്കുകയാണ്. സുജയ, തീർച്ചയായും സുജിയ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കൃത്യമായ ഒരു അവബോധം, അതായത് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധക്കുറവ് ജനങ്ങളിലുണ്ട്. മാത്രമല്ല അമിതമായ വേഗത, അശ്രദ്ധമായ വാഹനം ഓടിക്കൽ, അങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിൽ അപകടം കൂടുന്നത് അല്ലെങ്കിൽ ഈ നിരക്ക് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ജില്ല എറണാകുളമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. മാത്രമല്ല അപകടങ്ങൾ നടക്കുന്ന സമയം രാവിലെ 9 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. പക്ഷേ മരണസംഖ്യ ഉയർന്ന തരത്തിൽ അപകടങ്ങൾ നടക്കുന്നത് വൈകുന്നേരത്തിന് ശേഷമാണ്. 6 മണി മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ നടക്കുന്ന അപകടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ കണക്കിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല രാത്രി യാത്ര ചെയ്യുന്ന 5 പേരിൽ ഒരാൾ മരണപ്പെടുന്നു എന്നുള്ളതാണ്. അപകടത്തിൽപ്പെടുന്ന 5 പേരിൽ ഒരാൾ മരണപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്താകെ വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 20% വാഹനങ്ങൾ സംസ്ഥാന നിരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ 6% വാഹനങ്ങളുടെ എണ്ണമാണ് നിരത്തുകളിൽ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അപകടങ്ങളും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമിതമായ വേഗത, അതുപോലെ തന്നെ അശ്രദ്ധമായ വാഹനമോടിക്കൽ, ഈ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മ എന്നിവയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോഡുകളുടെ മോശവും അവസ്ഥയും ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ പെടുന്നതും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നതും എന്നുള്ളതും ഈ കണക്കുകളിൽ പറയുന്നു. KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTC ബസ്സുകൾ അപകടങ്ങളിൽ പെടുന്നത് പ്രൈവറ്റ് ബസ്സുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരേ ഒരു സെയിം ലെവലിലാണ് വരുന്നതെങ്കിൽ പോലും KSRTCയിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾ മരിക്കുന്നതിന്റെ എണ്ണം KSRTCയിൽ കുറവാണ് എന്നൊരു കണക്ക് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഈ അപകടങ്ങൾ ഉണ്ടാകുന്നു, ആ മരണനിരക്കിൽ തിരുവനന്തപുരം മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് ഇനി കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലേക്ക് വരണം. അർജുൻ മട്ടന്നൂർ, അവിടുത്തെ വിവരങ്ങൾ, കണക്കുകളൊക്കെ എടുത്തു വെക്കുക. എന്തുകൊണ്ടാണ് കൊച്ചിയിൽ അപകടങ്ങൾ കൂടുന്നത്, മരണങ്ങൾ കൂടുന്നത്? അത് നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരണം.